ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങളെക്കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി സദാസമയം നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ കുറച്ചധികം സൈനുണ്ട്. ഈ സൈനൊക്കെ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ആ ഒരു വ്യക്തി, അതായത് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് എപ്പോഴും നിങ്ങളുടെ അടുത്ത് വരും. അതായത് ചില ഡൗട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒക്കെ ആയിട്ട് ആ ഒരു വ്യക്തി ഏത് സമയം നിങ്ങളുടെ മുമ്പിൽ തന്നെ, അതായത് നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഓടി നിങ്ങളുടെ അടുത്ത് വരികയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഓടി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ എപ്പോഴും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് എന്നതാണ്. ഇതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളോടൊരു അട്രാക്ഷനോ ഒരു ഇഷ്ടമോ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ആ ഒരു വ്യക്തിയുടെ സംസാരം എപ്പോഴും വന്നു നിൽക്കുന്നത് നിങ്ങളിലായിരിക്കും. അതായത് ആ ഒരു വ്യക്തി ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും പറയുന്ന കാര്യങ്ങൾ എല്ലാം അവസാനിക്കുന്നത് നിങ്ങളുടെ പേരിലായിരിക്കും. നിങ്ങൾ അങ്ങനെ കാണിച്ചു, നിങ്ങൾ ഇങ്ങനെ കാണിച്ചു തുടങ്ങി എപ്പോഴും ആ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും പറയാൻ ഉള്ളൂ. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമായിട്ട് ബാക്കിയുള്ളവരോടോ, അതായത് അവരുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിയിലുള്ളവരോടോ ഒക്കെ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആ ഒരു വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അതേപോലെ തന്നെ അവർക്ക് നിങ്ങളോട് ഇഷ്ടവുമുണ്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ആ ഒരു വ്യക്തി ഏത് സമയം നിങ്ങളുടെ അടുത്ത് ഓടി വന്ന് നിൽക്കും. അതായത് നിങ്ങളും വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു വ്യക്തി ആകെ ഒരു ബുദ്ധിമുട്ടിലായിരിക്കും. അതായത് ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും ആ ഒരു വ്യക്തിക്ക്. അത് വേറെ ഒന്നുമല്ല, നിങ്ങളിനി ആ ഒരു വ്യക്തിയോട് സംസാരിച്ചിട്ട് അവരുമായിട്ട് വല്ല റിലേഷൻഷിപ്പൊക്കെ ആകുമോ എന്നുള്ളൊരു ചെറിയ പേടി, അല്ലെങ്കിൽ ചെറിയൊരു കുശുമ്പ്, അസൂയ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആ ഒരു വ്യക്തി ഓടി വന്നിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കും. അതായത് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് സംസാരിക്കുകയാണ്, ഇതിൻ്റെ ഇടയിൽ ആ ഒരു വ്യക്തി ഓടി വന്ന് കയറുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടവുമാണ്. അതേപോലെ തന്നെ ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ഓർക്കുകയാണ്. അതായത് ഇപ്പം നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിലാകുമോ, ഇനി ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാകുമോ, അയാളുടെ എന്തെങ്കിലും കുറ്റമൊക്കെ പറഞ്ഞ് കേൾപ്പിക്കും, ഇങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡൗട്ടായിരിക്കും പുള്ളിക്ക്. അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി ഓടി വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും നടുക്ക് കയറി നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തി അമിതമായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടവുമാണ്. അതേപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ കാര്യം എപ്പോഴും ചിന്തിക്കുന്നുമുണ്ട്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ഓർത്ത് നടക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോഴത്തേക്കും പെട്ടെന്നൊന്ന് ചിരിക്കും. അതായത് ആ ഒരു വ്യക്തിയുടെ ഫ്രണ്ട്സ് വേറെ ഏതെങ്കിലും ഒരാളുടെ പേരൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. ആ പറയുന്ന വ്യക്തിയുടെ പേരും നിങ്ങളുടെ പേരും സെയിമാണ്. ഈ ഒരു പേര് കേൾക്കുമ്പോഴത്തേക്കും ഈ ഒരു വ്യക്തി ഇങ്ങനെ ചിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോഴത്തേക്കും നന്നായിട്ട് ചിരിച്ച് കാണിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടവുമാണ്. അതേപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ മാത്രമാണ്. നിങ്ങളെക്കുറിച്ച് എപ്പോഴും ആ ഒരു വ്യക്തി ചിന്തിക്കുന്നതുകൊണ്ട്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾ പറയുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഈ ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെ ഓർത്ത് വെച്ചിട്ട് നിങ്ങളോട് തന്നെ സംസാരിക്കും. അതായത് നിങ്ങളും ആ ഒരു വ്യക്തിയും കൂടി സംസാരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് നിങ്ങളോട് തന്നെ ഈ ഒരു വ്യക്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടവുമാണ്. അതേപോലെ തന്നെ നിങ്ങളെക്കുറിച്ചിട്ട് എപ്പോഴും ആ ഒരു വ്യക്തി ഓർക്കാറുമുണ്ട്. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം.
ആറാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല. ആ ഒരു വ്യക്തിയുടെ ഫോൺ എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്യും. അത് വേറെ ഒന്നിനുമല്ല. നിങ്ങളുടെ മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ കോളോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു വ്യക്തിയുടെ ഫോൺ പരിശോധിക്കുകയും നിങ്ങളുടെ കോള് അല്ലെങ്കിൽ മെസ്സേജൊക്കെ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വ്യക്തി പറയുകയും ചെയ്യും, "നീ ഇന്നലെ മെസ്സേജ് അയച്ചില്ലല്ലോ, അല്ലെങ്കിൽ നിന്റെ കോൾ ഇന്നലെ കണ്ടില്ലല്ലോ, ഞാൻ നോക്കിയായിരുന്നു കേട്ടോ." ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളോട് തന്നെ പറയുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി ഏത് സമയവും നിങ്ങളെ ഓർക്കുന്നുമുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടവുമാണ്. ഇതാണ് നമ്മുടെ ആറാമത്തെ കാര്യം. നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ 6 കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് സ്വയം വിലയിരുത്തുക. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ഏത് സമയം ഓർക്കുന്നുമുണ്ട്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ചെറിയൊരു ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉണ്ട് എന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.